ഹായ് ഓൾ. ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ കണ്ടവർക്കൊന്നും ഇന്ന് നഷ്ടം വന്നിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, നമ്മൾ സപ്പോർട്ട് ലെവലിലേക്കോ റെസിസ്റ്റൻസ് ലെവലിലേക്കോ മാർക്കറ്റ് എത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് ട്രേഡ് എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം ഞങ്ങൾക്ക് തോന്നിയിരുന്നു ഏകദേശം അതിൻ്റെ ഉള്ളിലാണെങ്കിൽ പക്ക സൈഡ് വേസ് മാർക്കറ്റ് ആയിരിക്കുന്ന അതിൻ്റെ ഒരു വ്യൂ കണ്ടത്. അതുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞത് ഒന്നെങ്കിൽ സപ്പോർട്ട് ലെവലിലേക്ക് നമ്മൾ ഇന്നലെ വരച്ചത് 25,450 ആ ലെവലിലേക്ക് എത്തണം. അപ്പോൾ സപ്പോർട്ട് ലെവലിലെടുത്ത് നമുക്ക് ട്രേഡ് ചെയ്യാം, മുകളിലേക്ക് ട്രേഡ് ചെയ്യാം. റെസിസ്റ്റൻസ് ആണ് 25,660 എത്തുന്ന സമയത്ത് നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ നമ്മൾ ഡൗൺ സൈഡിലേക്ക് വേണമെങ്കിൽ നോക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇന്ന് കൃത്യമായിട്ട് 25,550, അതായത് സൈഡ് വേസ് 550, 500 ആ റേഞ്ചിലേക്ക് ഓപ്പണിംഗ് ആവുകയാണെങ്കിൽ സൈഡ് വേസ് സാധ്യതയുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതുപോലെ വെയിറ്റ് ചെയ്ത ആളുകൾക്കൊന്നും ഇന്ന് നഷ്ടം ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ സൈഡ് വേസ് മാർക്കറ്റിൽ എപ്പോഴും തീറ്റാടിക്കുക വന്ന് നമ്മുടെ പ്രീമിയം ഒക്കെ മെൽട്ടായി പോകും. അതുകൊണ്ട് എന്താ നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. മാർക്കറ്റ് ചെറുതായിട്ട് നമ്മളെ ഭാഗത്തേക്ക് മൂവ് ചെയ്താൽ പോലും ഇന്നൊക്കെ ചൊവ്വാഴ്ചയാണ്, അത്യാവശ്യം നല്ല ഡീക്ക് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തീറ്റാടിക്ക് കൊണ്ട് എന്താവും നമ്മളെ പ്രീമിയം ഒക്കെ പോകും, നമുക്ക് ലാഭം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ നാളത്തെ മാർക്കറ്റ് നമുക്ക് നോക്കാം. എന്തായാലും ട്രേഡ് എടുത്തിട്ടില്ലാവരാന്ന് വിശ്വസിക്കുന്നത്. നാളത്തെ മാർക്കറ്റ് നമുക്ക് നോക്കാം. നാളത്തെ മാർക്കറ്റിൽ വെച്ചെങ്കിൽ അവസാനത്തെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടല്ലോ ഇന്നത്തെ, അതിൽ 25,550 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ നമുക്കൊരു 25,660 വരെയുള്ള ട്രേഡ് ഉണ്ട് അപ്പ് സൈഡിലേക്ക്. പക്ഷേ ഡൗൺ സൈഡിലേക്ക് അത്ര ട്രേഡ് കാണുന്നില്ല. ആ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് കിട്ടണമെങ്കിൽ ഇന്നലത്തെ അതേ ലെവൽ തന്നെ 25,450 ബ്രേക്ക് ചെയ്യണം. എങ്കിൽ നമുക്ക് 25,250 വരെ ഒരു ട്രേഡ് ഉണ്ട്. 25,450 ഡൗൺ സൈഡിലേക്ക് ചാർട്ട് സൈഡിൽ കൊടുക്കാം കേട്ടോ. 25,450 ബ്രേക്ക് ചെയ്താൽ 25,250 വരെ ഒരു മൂവ്മെൻറ്റിൻ്റെ സാധ്യതയുണ്ട്. അപ്പ് സൈഡിലാണെങ്കിൽ 25,550 ബ്രേക്ക് ചെയ്താൽ 25,660 വരെ ഒരു മൂവ്മെൻറ്റ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ക്യാച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ 25,660 അത്ര സ്ട്രോങ് റെസിസ്റ്റൻസ് അല്ല. ഇതിലെ ഞാൻ പറഞ്ഞാണ് അത് ബ്രേക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. കുറച്ച് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കണ്ട. 25,660 മാർക്കറ്റ് എത്തിക്കഴിഞ്ഞ ശേഷം മാർക്കറ്റ് താഴേക്ക് വരുന്ന കരുതിയിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി നിൽക്കണമെങ്കിൽ ഒന്ന് ക്യാൻഡിൽ നോക്കിക്കോളൂ. ഒരു 3 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയിട്ട് അത് ഡൗൺ സൈഡിലേക്കാണെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുത്തു. അപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസേ വരുന്നുള്ളൂ. സ്റ്റോപ്പ് ലോസ് കുറച്ചിട്ട് എടുത്തോളൂ. ഓക്കെ. പിന്നെ അപ്പ് സൈഡിലേക്ക് പോകാനാണെങ്കിൽ 25,750 വരെ പോകാനുള്ള സ്ട്രെങ്ത് ഉണ്ട് നിഫ്റ്റിക്ക്. ഉണ്ടോ? അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട ലെവലുകൾക്ക് ഞാൻ അതിൽ കൊടുക്കാം. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നാളത്തെ ഒരു ബ്രേക്ക് ഔട്ട് ഫസ്റ്റ്, അത് സൈഡ് വേസ് ഓപ്പണിംഗ് ആണെങ്കിൽ 25,550 താഴെയാണ് ഓപ്പണിംഗ് എങ്കിൽ 25,550 എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് സെൽ ബൈ ചെയ്യാം. മുകളിലേക്ക് നമുക്കൊന്ന് ട്രേഡ് എടുക്കാം. അത് ഡൗൺ സൈഡിലേക്ക് സൈഡ് വേസ് ഓപ്പണിംഗ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 25,450 ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 25,250 വരെ ഒരു മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട്. അത് നമുക്കൊന്ന് ക്യാച്ച് ചെയ്യാം. അല്ല വലിയ ഗ്യാപ്പ് അപ്പ് ഒക്കെ ആണെങ്കിൽ 25,660 നിന്ന് ഒന്ന് ഡൗൺ സൈഡിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് മാർക്കറ്റ് താഴേന്ന് വന്നിട്ട് മുകളിലേക്ക് പോയതാണ് ഡൗൺ സൈഡിലേക്ക് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഒന്ന് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് നോക്കാം നാളെ ഒന്ന്. അത്രേ നമുക്കിപ്പോൾ പറയാൻ കഴിയും. കാരണം മാർക്കറ്റ് കുറച്ച് ട്രിക്കിയാണ്. കാരണം സൈഡ് വേസ് മാർക്കറ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്യാൻഡിൽ പാറ്റേൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ചെയ്യാൻ കുറച്ചൊരു ഓപ്ഷൻ ബൈയേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നാളെ പിന്നെ എൻ്റെ പ്രീമിയം പൊതുവെ കുറവായിരിക്കും. അതുകൊണ്ട് പോയാൽ അത്രേ പോകുള്ളൂ എന്നില്ലേ വെക്കാം നമുക്ക്. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് തീറ്റ അടിക്കുക എല്ലാം കൂടി കുറച്ച് സമയം മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്താൽ തന്നെ നമ്മളെ ഡിക്കുക നമ്മൾ പ്രീമിയം മൊത്തം പോകും. നാളെ ട്രേഡ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുകയെങ്കിൽ കുറച്ച് ട്രേഡ് എടുക്കുക. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ 5 ലോട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ 6 ലോട്ട് ചെയ്യുന്നതിന് അതിൻ്റെ പകുതി എടുക്കുക. 3 ലോട്ട് ചെയ്യുക, 2 ലോട്ട് ചെയ്യുന്ന 1 ലോട്ട് ചെയ്യുക. കുറച്ച് ലോട്ട് സൈസ് ഒന്ന് കുറച്ചിട്ട് ചെയ്തോളൂ നാളെ. കാരണം വെച്ചാൽ കുറച്ച് ട്രിക്കാണ്. പക്ഷേ ഡൗൺ സൈഡിലേക്ക് ഞാൻ പറഞ്ഞില്ല 25,450 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നാലും 25,250 സ്ട്രെങ്ത് ഉണ്ട് ഡൗൺ സൈഡിലേക്ക് വരാനില്ല. പക്ഷേ നാളത്തെ മൂവ്മെൻറ്റ് അത്ര ഒരു കോൺഫിഡൻസ് ആയ മൂവ്മെൻറ്റ് അല്ല നാളെ ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ 25,550 ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് ഒരു 650 വരെ മൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. പക്ഷേ അത് ഒരു ലോഡ് സൈസ് ഒന്ന് കുറച്ച് ട്രേഡ് ചെയ്തോളൂ നിങ്ങൾ. ഞാൻ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെക്കുക. കേട്ടോ, നാളെ കുറച്ച് ട്രിക്കാണ്. എന്തായാലും സൈഡിൽ ചാർട്ട് കൊടുക്കുക. നിങ്ങളത് നോക്കിയിട്ടൊന്ന് നോക്കി നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ.